ജീവൻ അപകടത്തിലാകുന്ന അപകടങ്ങൾ, അതിപ്പോ ഏതൊരാളായാലും, ഡ്രൈവറായാലും ക്ലീനറായാലും അല്ലെങ്കിൽ ഇപ്പൊ ബസ്സായാലും യാത്രക്കാരായാലും ആരായാലും, ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ജീവനുള്ള ആളുകൾ ആ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മരിക്കുന്നതിനും ജീവൻ നഷ്ടപ്പെടുന്നതിനും ജീവിച്ചിരിക്കുന്നതിനും ഇടയ്ക്കുള്ള ഒരു അപകടം ആകുന്ന ഒരു സമയത്ത് നമുക്ക് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയാം. സുവർണ നിമിഷങ്ങൾ അല്ലെങ്കിൽ സുവർണ മണിക്കൂറുകൾ എന്നൊക്കെ നമ്മൾ പറയും. ഈ ഗോൾഡൻ അവേഴ്സ് ആണ് ഒരാളിന്റെ ജീവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും രക്ഷപ്പെടുത്താനും ഉള്ളത്. ഈ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ടു പോയാൽ വീഴുന്ന ആഘാതത്തിന് പുറമെ അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന ആഘാതത്തിന് പുറമെ ശ്വാസം കിട്ടാതെയും അല്ലാതെയും ഒക്കെ മരിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഗോൾഡൻ അവേഴ്സ് അല്ലെ ഗോൾഡൻ മൊമെന്റ്സ് എന്ന് പറയുന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിലെ, ദുരന്ത പ്രതിരോധ പ്രവർത്തനത്തിലെ അല്ലെങ്കിൽ ഈ പരിപാലന പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ ഗോൾഡൻ അവേഴ്സ് അങ്ങ് നഷ്ടപ്പെടുകയാണ്. ഇപ്പം ഉച്ചയ്ക്ക് സംഭവിക്കുന്നു, 1 മണിയോടുകൂടി സംഭവിക്കുന്നു, ഒരാൾ രക്ഷപ്പെടുന്നു, അടുത്ത ആൾ അകത്തുണ്ട്, എത്ര ആഴമുണ്ടെന്ന് അറിയത്തില്ല, അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിയത്തില്ല, ക്രെയിൻ കൊണ്ടുവരണം, രണ്ടാമത് ക്രെയിൻ കൊണ്ടുവരണം, ആദ്യ ആൾ മുങ്ങൽ വിദഗ്ധർ വരുന്നു, അവരെ കൊണ്ട് പറ്റുന്നില്ല, പിന്നെ ക്രെയിൻ കിട്ടുന്നില്ല, സമയം ഇപ്പൊ 5 മണി കഴിഞ്ഞ് 5:15 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാകും, പിന്നെ ധൈര്യമായിട്ട് അവിടെ ആളുകൾക്ക് ഇറങ്ങി നോക്കാനും കഴിയാത്ത സാഹചര്യം വരും. അപ്പൊ ഈ ഗോൾഡൻ അവേഴ്സ് എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് നമ്മുടെ 2005 സുനാമി ഉണ്ടായ കാലം മുതലാണ് ദുരന്ത നിവാരണ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്ത് വരികയും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരികയും കേരള അതോറിറ്റി വരികയും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വരികയും ചെയ്തത്. ഇപ്പോൾ 2005 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20, 25, 21 വർഷമായി. എന്താണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ബിഗ് സീറോ ആണെന്ന് പറയേണ്ടി വരും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തിലും ദുരന്ത നിവാരണത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമിതി അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു സമിതി അല്ല. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ഒരു 4-5 പേരുള്ള ഒരു കമ്മിറ്റി, ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് 4-5 പേരും, ഗ്രാമപഞ്ചായത്തിൽ 4-5 പേരുള്ള ഒരു കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റി അല്ല അത് വേണ്ടത്. അതിനകത്ത് എക്സ്പേർട്ടുകളും പിന്നെ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരും ഒക്കെ വന്നിട്ട് അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയായി ഒരു സ്ഥലത്തും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ താഴെത്തട്ടിലുള്ള ജലാശയങ്ങൾ, ഇപ്പൊ ഒന്നാമത് വേനൽക്കാലമാണ്, അപ്പൊ വെള്ളത്തിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചെളി എത്രയുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, ആകെ ഒരു കൺഫ്യൂഷനാണ്. ഒഴുക്കൊക്കെ നിലയ്ക്കുന്ന സമയമാണ്, നല്ല മഴക്കാലം അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ജലാശയങ്ങളിലായാലും കോറിയിലായാലും ഇതെല്ലായിടത്തും ആഴം എത്ര ഇതൊന്നും അറിയാൻ ഒരു സംവിധാനവും നമ്മുടെ കയ്യിലില്ല. നമുക്ക് അങ്ങനെ ഒരു കണക്കെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. എത്ര കിണറുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, എത്ര കുളമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കണക്കില്ല. അങ്ങനെ ഒരു കണക്കും വഴക്കും ഇല്ലാതെ പോകുന്ന ഒരു സമൂഹമാണ് ഇത്. എത്ര പറഞ്ഞിട്ടും ആർക്കും ഒന്നും മനസ്സിലാകുന്നുമില്ല. നമ്മൾ ദുരന്തമുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ബഹളം കാണിക്കും. ഇന്നിപ്പോ തള്ളും ഡയലോഗുകളൊക്കെ വരണമൊക്കെ കേൾക്കാം. മനുഷ്യ സാധ്യമായ എല്ലാം ചെയ്തു. മനുഷ്യ സാധ്യമായത് എപ്പോഴാണ് മനുഷ്യ സാധ്യമാകുന്നത്? എപ്പോഴാണോ ഗോൾഡൻ അവേഴ്സിനകത്ത് ആളുകളെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് മനുഷ്യ സാധ്യമാകുന്നത്. ഇത് ഇവിടെ AI കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാം കൃത്രിമമായി നമുക്ക് ആർട്ടിഫിഷ്യലായി ചെയ്യാൻ പറ്റുന്ന പുതിയ യുഗത്തിൽ താമസിക്കുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം ഒരു കോറിയിൽ 4 JCB കിടന്ന് കത്തിപ്പോയി. എന്താ സംഭവിച്ചത്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ദുരന്ത പ്രതിരോധ സമയത്ത് നോക്കാനും പ്രതിരോധത്തിനായി സംസ്ഥാനത്ത് ചെയ്യുന്നതിന് മൈക്രോ ലെവലിലാണ് ആക്ഷൻസ് എല്ലാം വേണ്ടത്. സംസ്ഥാന തലത്തിൽ പുസ്തകം ഉണ്ടാക്കിയതുകൊണ്ടോ വെബ്സൈറ്റിൽ പറഞ്ഞതുകൊണ്ടോ സെമിനാർ നടത്തിയതുകൊണ്ടോ കനകക്കുന്നിൽ മേള നടത്തിയതുകൊണ്ടോ ഒരു കാര്യം ചെയ്യാനില്ല. പഞ്ചായത്ത് തലത്തിൽ ദുരിത കർമ്മസേന പോലെ ദുരന്ത പ്രതിരോധ കർമ്മസേന ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ 100 പേരെ, അങ്ങനെ 1000 പഞ്ചായത്തിൽ 1,00,000 പേരെ പരിശീലിപ്പിക്കുമെന്ന് പറഞ്ഞു. ആരെയാണ് പരിശീലിപ്പിച്ചത്? നീന്തൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ആരെയാണ് പഠിപ്പിച്ചത്? നീന്തൽ സിലബസ് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. എവിടെയാണ് ചെയ്തത്? അപ്പൊ നമ്മൾ ഓരോ ഭാഗം എടുത്ത് നോക്കിയാൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ സംവിധാനങ്ങളും വലിയ ദുരന്തമാണ്. ജില്ലകളിൽ കളക്ടറാണ് ഇതിന്റെ ചെയർമാൻ. കളക്ടർക്കാണെങ്കിൽ 100 150 കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കും കളക്ടർ. അവർക്കിതൊന്നും നോക്കാനും ഒന്നും സമയമൊന്നും ഉള്ളവരാവില്ല. അപ്പൊ ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. കേരളത്തിൽ ഓരോ ദുരന്തവും വരുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ കഷ്ടപ്പെട്ട ഒരു ദുരന്ത പ്രതികരണ സംവിധാനത്തിലൂടെയാണ് സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരന്തങ്ങളാണ് നമ്മൾ വളരെ അടുത്തടുത്ത ദിവസങ്ങളിൽ കാണുന്നതും കേൾക്കുന്നതും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.